السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC നെറ്റ് അൽ അറബിയ. UGC നെറ്റ് അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റാണ് അശ്ശിഅറുൽ അറബി ഹത്തൽ അസ്രിൽ അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി കവിത. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അശ്ശുഅറാഉൽ മുഖ്ലറമീനെ കുറിച്ചാണ്. ഇതിൽ ഏതൊക്കെ കവികളാണ് ഉള്ളത് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി ഹസ്സാൻ ഇബ്നു സാബിത്ത് അൽ അൻസാരി, അൽ ഖൻസ, കഅബ് ബിൻ സുഹൈർ, അൽ ഹുതൈഅ. ഈ 4 കവികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഹസ്സാൻ ഇബ്നു സാബിത്ത് അൽ അൻസാരി. نبي أتانا بعد يأس وفترة من الرسل والأوثان في الأرض تعبد فأمسى سراجا مستنيرا وهاديا يلوح كما لاح الصقيل المهند وأنذرنا نارا وبشر جنة وعلمنا الإسلام فالله نحمد എന്ന വളരെ സുന്ദരമായ കവിത രചിച്ച ഹസ്സാൻ ഇബ്നു സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് അൽ അൻസാരി അദ്ദേഹം 563 മുതൽ 674 വരെയാണ് ജീവിച്ചത്. അബുൽ വലീദ് ഹസ്സാൻ ഇബ്നു സാബിത്ത് ബിനുൽ മുൻദിർ അൽ ഖസ്റജി അൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഷാഇറുർ റസൂൽ വൽ ഇസ്ലാം, റസൂലിൻ്റെ കവിയായിരുന്നു അദ്ദേഹം. മിൻ ഖബീലത്തിൽ ഖസ്റജ് ഗോത്രക്കാരനാണ്. കാന യംദഹു മുലൂക്കൽ മനാദിറ വൽ ഖസാസിന ഖബ്ല ഇസ്ലാമി. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മനാദിറകളുടെയും ഖസാസിന രാജാക്കന്മാരുടെയും കൊട്ടാര കവിയായിരുന്നു. ആഷ 60 സന ഖബ്ല ഇസ്ലാം വ 60 സന ബഅദ. ഇസ്ലാമിന് മുമ്പ് 60 വർഷവും ഇസ്ലാമിന് ശേഷം 60 വർഷവുമാണ് അദ്ദേഹം ജീവിച്ചത്. അഹ്ദാ ലഹു നബിയ്യു ജാരിയ ഖിബ്തിയ്യ ഇസ്മുഹ സീരീൻ ബിൻത് ശംഊൻ. أهداها له مقوقس وهي أخت زوجة النبي مارية القبطية. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്തിന് ഒരു ഖിബ്തിയായ സ്ത്രീയെ സമ്മാനമായി നൽകിയിരുന്നു. അവളുടെ പേരാണ് സീരീൻ ബിൻത് ശംഊൻ. ആ ഖിബ്തിയായ സ്ത്രീയെ മുഖൗഖിസ് രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയതായിരുന്നു. മാരിയത്തുൽ ഖിബ്തിയ എന്ന പ്രവാചക പത്നിയുടെ സഹോദരിയാണ് സീരീൻ ബിൻത് ശംഊൻ. കാന ഖൈസ് ബിനുൽ ഖതീം ഷാഇർ അൽ ഔസ് വ ഹസ്സാൻ ഷാഇർ അൽ ഖസ്റജ്. ഖൈസ് ബിനുൽ ഖതീം ഔസിൻ്റെ കവിയും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖസ്റജിൻ്റെ കവിയുമായിരുന്നു. കാന ഷാഇർ അൽ അൻസാർ ഫിൽ ജാഹിലിയ്യ വ ഷാഇർ അൻ നബി ഫിൻ നുബുവ്വ വ ഷാഇർ അൽ യമാനിയീൻ ഫിൽ ഇസ്ലാം. ഇദ്ദേഹം ജാഹിലിയ കാലത്ത് അൻസാറുകളുടെ കവിയും പ്രവാചകത്വത്തിന് ശേഷം നബിയുടെ കവിയും ഇസ്ലാമിൽ യമാനികളുടെ കവിയുമായിരുന്നു. ഉസീബ ബിൽ അമ ഖബ്ല വഫാത്തി. ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് അന്ധത ബാധിച്ചിരുന്നു. തുവഫിയ ഫി ഖിലാഫത്തി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലാണ് ഇദ്ദേഹം വഫാത്താകുന്നത്. അടുത്തത് അൽ ഖൻസ. അഅൈന യജൂദ വലാ തജ്മുദ അലാ തബ്കിയാനി ലിസഖ്റിൻ നദാ അലാ തബ്കിയാനിൽ ജരീഅൽ ജമീൽ അലാ തബ്കിയാനിൽ ഫത സയ്യിദാ طويل النجاد رفيع العماد സാദ അശീറതഹു അംറദ എന്ന വളരെ പ്രസിദ്ധമായ വിലാപകാവ്യം രചിച്ച് ആലപിച്ച ഖൻസയെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് വായിക്കാം. അൽ ഖൻസ 575 മുതൽ 645 വരെയാണ് ഖൻസ ജീവിച്ചത്. തുമാദിർ ബിൻ തഅംർ അസ്സലമിയ എന്നാണ് അവരുടെ പൂർണ്ണനാമം. സുഹാബിയത്തുൻ വ ഷാഇറത്തുൻ മിൻ അഹ്ലി നജ്ദ്. നജ്ദിൽ നിന്നുള്ള കവിയാണ്, കവയിത്രിയാണ്, സുഹാബിയത്താണ്. ഇസ്തഹറത് ബി റസാഇഹ ലി അഖവൈഹ സഖർ വ മുആവിയ അല്ലദൈനി ഖുതില ഫിൽ ജാഹിലിയ. ജാഹിലിയ കാലത്ത് വധിക്കപ്പെട്ട തൻ്റെ സഹോദരന്മാരായ സഖറിന് വേണ്ടിയും മുആവിയക്ക് വേണ്ടിയും വിലാപകാവ്യം പാടിയിട്ടാണ് ഖൻസ പ്രസിദ്ധയായത്. ലുഖിബത്ത് ബിൽ ഖൻസ ലിഖിസരി അംഫിഹ. ചെറിയ മൂക്ക് കാരണത്താലാണ് ഖൻസ എന്ന വിളിപ്പേരുണ്ടായത്. തസവ്വജത് മിൻ റവാഹ ബിൻ അബ്ദുൽ അസീസ്
ثم من മുർദാസ് ബിൻ അബി ആമിർ റവാഹ ബിൻ അബ്ദുൽ അസീസുമായിട്ട് ആദ്യം വിവാഹം ചെയ്തിരുന്നു, പിന്നീട് മുർദാസ് എന്നവരുമായിട്ടും വിവാഹം ചെയ്തു. ഹറളത് അബ്നാഅഹ അമ്ർ മുആവിയ വയസീദ് അലൽ ജിഹാദ്, തൻ്റെ 4 മക്കളോടും യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു. വസ്തഷ്ഹദു ഫി മഅറക്കത്തിൽ ഖാദിസിയ യുദ്ധത്തിൽ 4 മക്കളും രക്തസാക്ഷികളായി. ഖാല നാബിഗ അദ്ദുബിയാനി അൽ ഖൻസ അഷ്അറുൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിലും മനുഷ്യരിലും ഏറ്റവും വലിയ കവി ഖൻസയാണ് എന്ന് നാബിഗത്തു ദുബിയാനി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കഅബ് ബിൻ സുഹൈർ. بانت سعاد فقلبي اليوم متبول متيم إثرها لم يفد مكبول وما سعاد غداة البين إذ رحلوا إلا أغن غضيض الطرف مكحول هيفاء مقبلة عجزاء مدبرة لا يشتكى قصر منها ولا طول എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ഖസീദത്തുൽ ബുർദ ആലപിച്ച കഅബ് ബിൻ സുഹൈർ. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. 662 അദ്ദേഹം വഫാത്തായത്. അബുൽ മുദറബ് കഅബ് ബിൻ സുഹൈർ ബിൻ അബി സുൽമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. പ്രസിദ്ധ കവി സുഹൈർ ബിൻ അബി സുൽമയുടെ മകനാണ് ഇദ്ദേഹം. അബൂഹു സുഹൈർ, അഖൂഹു ബുജൈർ, ഇബ്നുഹു ഉഖ്ബ വഹഫീദുഹുൽ അവ്വാം കുല്ലുഹും ശുഅറാ. അദ്ദേഹത്തിൻ്റെ പിതാവ് സുഹൈറും സഹോദരൻ ബുജൈറും മകൻ ഉഖ്ബയും അദ്ദേഹത്തിൻ്റെ പേരക്കിടാവ് അവ്വാമും എല്ലാവരും കവികളായിരുന്നു. ഉമ്മുഹു കബ്ഷ ബിൻ അമ്മാർ, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് കബ്ഷ എന്നാണ്. ഖറജ മഅ അഖീഹി ഇല റസൂൽ, തൻ്റെ സഹോദരൻ്റെ കൂടെ റസൂലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വലാക്കിൻ റജഅ മിന ത്വരീഖി വ അഖൂഹു അസ്ലം, അദ്ദേഹം വഴിയിൽ നിന്ന് തിരിച്ചു പോന്നു. സഹോദരൻ ബുജൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഫഹജാഹു വ ഹജർ റസൂൽ ഫഅമറ നബി ബിഖത്ലി, ഇസ്ലാം സ്വീകരിച്ച സഹോദരനെയും റസൂലിനെയും പരിഹസിച്ച് കവിത പാടാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ കൽപ്പനയുണ്ടായി. ഫദഖലൽ മദീനത മുതനക്കിറൻ വ അസ്ലമ വ മദഹർ റസൂല ബിഖസീദതിഹി ബാനത് സുആദ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മദീനയിലേക്ക് വേഷം മാറി കടന്നു വന്നു, ഇസ്ലാം സ്വീകരിച്ചു, റസൂലിനെ പുകഴ്ത്തി പാടിയ കവിതയാണ് ബാനത് സുആദ് എന്ന് തുടങ്ങുന്ന ഖസീദത്തുൽ ബുർദ. ഖസീദത്തുൽ ബുർദ ലാമിയത്തുൻ അലൽ ബഹ്റിൽ ബസീത്ത്, ബസീത്ത് എന്ന ബഹറിൽ ലാമു കൊണ്ട് അവസാനിക്കുന്ന ഖസീദയാണ് ഖസീദത്തുൽ ബുർദ. 58ഓളം ബൈത്തുകളാണ് അതിലുള്ളത്. അദ്ദേഹം റസൂലിനെ പുകഴ്ത്തിപ്പാടിയ കവിതയാണ് നുബ്ബിതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫ്വു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു മഹ്ലൻ ഹദാകല്ലദി അഅതാക നാഫിലതൽ ഖുർആനി ഫീഹാ മവാഇദുൻ വതഫ്സീലു ഇന്നർ റസൂല ലനൂറുൻ യുസ്തദാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അടുത്തത് അൽ ഹുതൈഅ. വലസ്തു അറ സആദത ജംഅ മാലിൻ വലാകിന്ന തഖിയ ഹുവ സഈദു വതഖ്വല്ലാഹി ഖൈറു സാദി ദുഖ്റൻ വഇൻദല്ലാഹി ലിൽ അത്ഖാ മസീദു എന്ന പ്രസിദ്ധമായ കവിത രചിച്ച അൽ ഹുതൈഅ. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. 600 മുതൽ 678 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അബൂ മുലൈക്ക ജുർവൽ ബിൻ ഔസ് ബിൻ മാലിക് അൽ അബ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അൽ മഷ്ഹൂർ ബിൽ ഹുതൈഅ സുമിയ ബിദാലിക ലിസിഗരി ജിസ്മി, അദ്ദേഹം ഹുതൈഅ എന്ന പേരുകൊണ്ട് പ്രസിദ്ധനായി. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ചെറിയ ശരീരമാണ്. ഇഷ്തദ്ദ ഫി ഹജാ ഇന്നാസ്, അദ്ദേഹം ജനങ്ങളെ ശക്തമായി പരിഹസിച്ച് കവിത ആലപിക്കുമായിരുന്നു. ഹജ ഉമ്മഹു വ അബാഹു വ ഹത്ത നഫ്സ, തൻ്റെ മാതാവിനെയും പിതാവിനെയും സ്വന്തത്തെപ്പോലും അദ്ദേഹം പരിഹസിച്ച് പാടിയിട്ടുണ്ട്. അസ്ലമ ഫി സമനി അബീബക്കർ സുമ്മ ഇർതദ്ദ സുമ്മ ആദ ഇലൽ ഇസ്ലാം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും വീണ്ടും മുർത്തദ്ദാവുകയും വീണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഹബസഹു ഉമറുൽ ഫാറൂഖ് ബിസബബിൽ ഹജ, അദ്ദേഹം പരിഹാസ കവിത പാടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് കാരണത്താൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ബന്ദിയാക്കിയിരുന്നു. വ അത്ലഖ സറാഹു ലമ്മ താബ്, അദ്ദേഹം പശ്ചാത്തപിച്ചപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചു. വലാകിൻ നകസ അഹദഹു വആദ ഇലൽ ഹജ ബഅദ വഫാത്തി ഉമർ റളിയല്ലാഹു അൻഹു, എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പരിഹാസ കവിതകൾ ആലപിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിരുന്നു എന്ന് പറയപ്പെടുന്നു.
شكرا على حسن استماعكم. إلى اللقاء في الحلقة التالية. مع السلامة.